വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോന്നു. പാടെ ആദ്യം കുടിവെള്ളമാണ് കേട്ടോ വെച്ചത്. കാരണം ഇന്നലെ രാത്രി കുടിക്കാൻ എടുത്തു വെച്ച വെള്ളം ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെങ്ങാനും രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് ആദ്യം ചോദിക്കുന്ന വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മൾ രാത്രി ഫാനൊക്കെ ഇട്ട് കിടന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ തൊണ്ട പെട്ടെന്ന് വരളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെള്ളം ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരുന്ന അനുസരിച്ച് ഇങ്ങനെ തിളപ്പിച്ച് ചാർച്ച് വെക്കുകയാണ്. പച്ചവെള്ളങ്ങാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അതിന് പിന്നെയും വരും കേട്ടോ. ഇന്നലെ രാത്രിക്ക് അബിക്ക് ചെറുതായിട്ട് മേല് കായുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യോടെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ അരി അടുപ്പയിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റൈസ് കുക്കറിലല്ല വെക്കുന്നത്, നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന കുക്കർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊന്ന് ചോറ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 5 കിലോയുടെ കുക്കറാണ് നമ്മൾ വാങ്ങിച്ചത്. അതിനകത്ത് എന്തായാലും 2 ഗ്ലാസ് അരി കൊള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെയല്ല ടേട്ട ഉള്ളപ്പോഴാണെങ്കിൽ ഞാനിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. വെച്ചിട്ടുണ്ട്, പക്ഷേ കുറേ കാലം മുന്നേ. പക്ഷേ കുക്കർ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ടൊന്ന് ആവി തട്ടി എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ട ഉള്ള സമയത്ത് അടുപ്പിൽ വെച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ട പോകുന്നതിന് പ്രത്യേക അരി അടുപ്പിലേക്ക് ഇടാനുള്ള പരിപാടികളിലാണ് കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കർ ഓൾറെഡി വൃത്തിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഒന്നുകൂടെ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തു കേട്ടോ. അപ്പം ഞാൻ അരി അടുപ്പിലേക്ക് ഇടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നു. പിന്നെ കുഞ്ഞാപ്പീനെ ഞാൻ ആടിച്ച സമയത്തിനായിട്ട് ഇത് അരിയൊക്കെ കഴുകി കുക്കറിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി പിന്നെയും കിടന്നിറങ്ങിയിട്ടോ. എന്നിട്ട് ഞാൻ ഓടി വന്ന് അടുപ്പിലേക്ക് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് അരിയൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിനി കുക്കറിൽ ചോറുണ്ടാക്കാനായിട്ട് പോവുകയാണ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ കുക്കറൊക്കെ വാങ്ങിച്ചപ്പം വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിയോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു കുക്കറിൽ ചോറൊക്കെ വെക്കാടി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ വെക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ വിഴുക്കലൊക്കെ പോലെ വരും. അപ്പം നമ്മൾ ലാസ്റ്റ് ചോറ് വെന്ത് വാർക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേറൊരു കലത്തിലാക്കിയിട്ട് വാർത്താൽ മതി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിന്ന് ഏതായാലും വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അവിടെ ഇരുന്ന് പതുക്കെ ആവട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ ഒതുക്കിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മുടെ തുണിയെല്ലാം കഴുകി ഊരിപ്പിഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക് ചാറ് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം കഷ്ണിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കറിക്ക് നമുക്ക് വാഴയ്ക്ക പൊതയനും വെച്ചിട്ട് മീൻ വണ്ടി വരികയാണെങ്കിൽ മീൻ മേടിച്ച് കറിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞല്ലോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി ചെറുതായിട്ട് മേലൊക്കെ കായുന്നുണ്ട്. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ആശുപത്രി പോകുന്നതിന് വെള്ളമൊക്കെ പിടിച്ചിടണം. ഇതിനിടയ്ക്ക് മീൻ വണ്ടി വന്നാൽ മേടിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു തോരനോട് ആക്കിയിട്ട് പോവാം. ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയാണ് തിരക്കേണ്ടോ കാര്യമുണ്ടോ എപ്പോൾ വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലോ. കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് പോവുകയാണ്. പിന്നെ തളർന്ന് ക്ഷീണിച്ച് വെയിൽ കൊണ്ട് വന്നാലും നമുക്ക് എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അതന്നെ ഇന്ന് ചിലപ്പോൾ ചെറിയ ഓട്ടോ കാണത്തുള്ളൂ, ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറച്ച് ചക്കക്കുരു കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് കുഞ്ഞിതായിട്ടൊന്ന് ചെറുതായിട്ട് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കക്കുരും കൂടി ഇരിപ്പുണ്ട്. പക്ഷേ നാളെ നമുക്കത് കുറച്ച് ചീര കഴിക്കുന്നതൊക്കെ പറിക്കാൻ നിൽപ്പുണ്ടല്ലോ, അതും ചക്കക്കുരും കൂടെ പൊതയും വെക്കാൻ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചക്കക്കുരുവിൻ്റെ നമ്മുടെ വെളുത്ത തോല് മാത്രമേ കളയാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ആ കറുത്ത തോലിനകത്ത് നമ്മുടെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു വളരെ സത്തുള്ളൊരു സാധനമായതുകൊണ്ട് അധികം അതിനെ ഇങ്ങനെ ചിരകി നശിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്കക്കുരുവൊക്കെ ചിരകി കീറി വൃത്തിയാക്കി എടുത്ത് ഇനി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. കഴുകിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ഉലർത്തിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഏട്ട ഉച്ചക്കൊണ്ടാൻ വരുവാണെങ്കിൽ മാത്രം, മീൻ മേടിക്കുകയാണെങ്കിൽ പിന്നെ അത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അത് അടുപ്പയിൽ വെച്ചിട്ട് നമ്മളിനി കട്ടൻ ചായ ഇടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറിന് വിസിലൊക്കെ വന്നിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ അതിൻ്റെ എയറൊക്കെ തട്ടി കളഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ ഞാൻ പെട്ടെന്ന് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആൾ പോകാൻ ധൃതിപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, 6 ആകുമ്പോഴത്തേക്കിനും പോയാൽ മതി എന്ന് പറഞ്ഞ ആൾ ആദ്യം നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ സ്പീഡപ്പായി കാര്യങ്ങൾ, പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്നായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഒന്ന് ആറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുടിക്കാതെ മുങ്ങിക്കളയും. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് പകുതി കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകട്ടോ. ചായ ഇട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുകയും ചെയ്യും. ചായ കൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും 2 സിപ്പിടുക്കും ബാക്കി അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. പിന്നെ ഞാനത് കുടിക്കാറാണ് സ്ഥിരം പരിപാടി. കണ്ടാ ഇതുപോലെ എന്നെ അവിടെ വെച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നെ എനിക്ക് ലാഭമുണ്ട്, രണ്ടാമത് എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചായ എടുത്ത മധുരം ഇട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം മിക്കപ്പോഴും ഇങ്ങനെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ കപ്പിനകത്ത് എടുക്കും. അപ്പം ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കുടിച്ചാലും ബാക്കി എനിക്കുള്ളത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതായിട്ട് രാവിലെ തന്നെ ഓട്ടമൊക്കെ പോവാണ്.
പിന്നെ എനിക്കിന്ന് പാലായ്ക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ജ്യോതിയെ കുത്തിപ്പൊക്കി വേൽപ്പിക്കണം. ജ്യോതിനെ വിളിച്ചിട്ട് അവൾ വരുമെങ്കിൽ പാലായ്ക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഓർത്തു അബീനെ സ്കൂൾ വിട്ടിട്ട് കുഞ്ഞാബീനെയും കൂട്ടി അങ്ങ് പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പനിക്കോളായതുകൊണ്ട് അബിക്ക് ഇന്ന് ക്ലാസ്സിലൊന്നും പോകണ്ടല്ലോ. അപ്പം രണ്ടുപേരെയും കൊണ്ട് എനിക്ക് പോയാലും കുറച്ച് പാടാണ്. രണ്ടുപേർക്കും വഴക്കുണ്ടാക്കാനുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്തായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ജ്യോതി ഉണ്ടെങ്കിൽ ജ്യോതിയുടെ അടുത്ത് ഒരാളെ ആക്കിയിട്ടിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കിന് ആളെ ഒന്ന് കുത്തിപ്പൊക്കി എണീപ്പിച്ച് നോക്കണം. വരികയാണെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെള്ളം വേഗം പോയി തുറന്നു വിട്ടു. അതിനുശേഷം വന്നിട്ട് ഏട്ടായി പോയല്ലോ. പിന്നെ തിണ്ണ ഇരിക്കാൻ എനിക്കൊരു ഭയം പോലെ. അതുകൊണ്ട് ഞാൻ കഥയൊക്കെ കുറ്റിയിട്ട് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പ് ഏത് നേരെ ഈ കാലും കുഴിച്ചാണ് കേട്ടോ. നമുക്ക് തിണ്ണ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് ഇവന് വെള്ളം കിട്ടാഞ്ഞിട്ട് ഇവന് വളരെ വിഷമിക്കുന്ന നമ്മളോട് പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ വലിയൊരു പാത്രം നിറച്ച് വെള്ളം കൂട്ടിക്കൊണ്ട് വെച്ച് കൊടുത്താലും ഈ കാറിച്ചാണ് കേട്ടോ. പിന്നെ രാവിലെയും പിന്നെ വൈകിട്ട് വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കാലും കൂന്ന് നിൽക്കും. എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഇനി വേറെ വല്ല ജീവജാലങ്ങളെയൊക്കെ കണ്ടിട്ടാണോ അവൻ്റെ അരിശം തീർക്കുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കഥയൊക്കെ അടിച്ച് പെരയ്ക്കകത്ത് കയറുന്നത് കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറായിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു വെന്തുകൊണ്ടിരിക്കുന്നു. ചോറായി കഴിഞ്ഞിട്ട് അതൊരു കലത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ, അതായത് അതേ കുക്കറിൽ തന്നെ നമുക്ക് വാഴയ്ക്ക വേവാനായിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ 4 മണിക്ക് ദോശ ഉണ്ടാക്കി. ദോശ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗോതമ്പിൻ്റെ ആയിരുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങായും ഒക്കെ ചേർക്കിയിട്ട് നല്ല വിശാലമായിട്ട് പൊലിപ്പിച്ച് നല്ല ദോശ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒരു മനുഷ്യൻ പോലും കഴിച്ചില്ല. അത് അതേപടി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് ഇന്നത്തേന് കാപ്പിക്ക് അതാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ചോറ് കൊണ്ടുപോയി വാർത്തതിന് ശേഷം അതേ കുക്കർ കഴുകിയെടുത്ത് വാഴയ്ക്കയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഉലർത്ത് കറിയാണ് കേട്ടോ വെക്കുന്നത്. വലിയ പരിഷ്കാരങ്ങളൊന്നും വലിയ പരിഷ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഉലർത്ത് കറി. കടുകില്ല കേട്ടോ. കടുക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എല്ലാ വീടുകളിലും എല്ലാ സാധനവും എപ്പോഴും കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ജീവിക്കാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാറ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുരുകുരാ അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ ചക്കക്കുരുവിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ കുരുവേലൊക്കെ നന്നായിട്ട് പിടിച്ച് വരണമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം കൂടെ ഒന്ന് പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ. സാധനങ്ങളുടെ ഒരു ലഭ്യത അനുസരിച്ച് ഉണ്ടാക്കുന്ന രീതികളും മാറാറുണ്ട്. ചിലപ്പോൾ ഞാൻ വറ്റൽമുളകൊക്കെ ചതച്ചിട്ടുണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരേ രീതിയിൽ 2 ദിവസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധനങ്ങളൊക്കെ മാറ്റിയൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഉലർത്തിൻ്റെ പരിപാടികളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്കിനും അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകും തേങ്ങായും ഉള്ളിയും കുറച്ച് ജീരകവും ഒരു നുള്ള മഞ്ഞളും കൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. സാധാരണ പച്ചമുളകാണല്ലോ ഇന്നും നമ്മൾ വെക്കുന്നത്. ഇന്നിപ്പം പഴുത്ത മുളകായി ഇപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സേട്ടായി ഉള്ളിയും പച്ചമുളകും കൂടെ ഒരു ഇങ്ങനെ കുമ്പിൾ കുത്തി അതിനകത്ത് ഇങ്ങനെ ചാക്കുന്നൂലൊക്കെ കെട്ടി ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ഉള്ളി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തിടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതേപടി വെച്ചു കേട്ടോ. ഞാൻ പതുക്കെ തുറന്ന് നോക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് പച്ചമുളക് ഉണ്ടായിരുന്നു എന്ന്. ഈ മനുഷ്യനോട് പറഞ്ഞുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കുറേ മുളക് അഴുകിപ്പോയി. പിന്നെ 2-3 എണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴമുളക് വെച്ച് നരയ്ക്കേണ്ടതായിട്ട് വന്നത്. ഇന്നിപ്പോൾ എന്തായാലും മേടിക്കുന്ന കൂടത്തി മേടിച്ചുകൊണ്ടൊക്കെ വന്നോളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് രണ്ടും അരച്ച് എല്ലാം ഭദ്രമാക്കി വെച്ച് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു 3 ട്രിപ്പ് വിസിലടിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ വാഴയ്ക്ക നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിനി അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ കടുകൂടെ വറുത്ത് ചേർത്ത് നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി. അടുത്ത് നമ്മൾ ചമ്മന്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം ദോശയിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ദോശയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ചാറൊന്നും ആകുന്നില്ല കേട്ടോ.
അപ്പോൾ ഇച്ചിരി കുറുകനെ നിന്നാൽ മതി എന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഏകദേശം വെളുത്തിന് നമുക്ക് മുറ്റൊക്കെ അടിക്കണമല്ലോ. വെള്ളമൊക്കെ അപ്പോഴത്തേക്കിനും നന്നായിട്ട് നിറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വീപ്പയിലോട്ടുകൂടെ പിടിച്ചിട്ട് അങ്ങനെ വീപ്പയിൽ വെള്ളമൊക്കെ പിടിച്ചിട്ടതിന് ശേഷം മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ട്. അപ്പം മുറ്റം ഇന്ന് നമ്മൾ റോഡൊന്നും അടിക്കുന്നില്ല കേട്ടോ, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് റോഡ് അടിച്ചിട്ടും വലിയ കാര്യമില്ല. ഞാൻ അങ്ങോട്ട് ചുലുവിനെ അടിക്കുമ്പോൾ കാറ്റ് ഇങ്ങോട്ട് കരികിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ട് ഇനി അടിച്ച് കൂട്ടി കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് മാത്രം തൽക്കാലം ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ ടിപ്പുവിൻ്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. അവനും കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. തേച്ചരച്ച് കുളിപ്പിക്കാനൊന്നും നിന്നില്ല കേട്ടോ. 2-3 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചുള്ളൂ. ഭയങ്കര ചൂടല്ലേ, അപ്പം ഒന്ന് കുളിർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിറ്റടി പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ രാത്രി തന്നെ കഴുകി 1 ബക്കറ്റ് തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതോടെ അങ്ങ് വിരിച്ചിട്ടേക്കാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ അലക്കും കുളിയും കഞ്ഞിവെപ്പും കറിവെപ്പും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ തുണിയും കൂടെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ പരിപാടിയും ഒതുങ്ങി. ഇന്ന് പിള്ളേരെ കുളിപ്പിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ രാത്രി ചെറുതായിട്ട് പരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചൊന്ന് ശരിക്കും കുറച്ചെടുത്തില്ലെങ്കിൽ പണിയാണ്. ഇനിയിപ്പം ആനുവൽ ഡേക്ക് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രത്യേകം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാ തുണിയെല്ലാം കൊണ്ടൊന്ന് വിരിച്ച് ഇനി വെയിലാകുമ്പോഴത്തേക്കിനും ഉണങ്ങിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ തുണിയെല്ലാം കഴുകി വിരിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിയും അബിയും 2 പേരും ഒരേ ഒപ്പം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേന് കാറിച്ച് തന്നെയായിരുന്നു. അങ്ങനെ 2 പേരെയും പല്ലൊക്കെ തേപ്പിച്ചൊന്ന് സമാധാനപ്പെടുത്താൻ കുറച്ച് സമയം എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദോശയൊക്കെ ചൂടാക്കി ചമ്മന്തിയൊക്കെ ആക്കി 2 പേർക്കൂടെ കാപ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് മാത്രം ചമ്മന്തി മതി, അബിക്ക് ചമ്മന്തി ഒന്നും വേണ്ട, പഞ്ചസാര ഉണ്ട് അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അബിക്ക് പഞ്ചസാരയും കൂട്ടി ദോശ കൊടുത്തു, കുഞ്ഞാപ്പിക്ക് ചമ്മന്തിയും കൂട്ടി കൊടുത്തു. അങ്ങനെ 2 പേർക്കും ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം ഇരിക്കുന്ന പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൂട്ട് 5 ml വീതം വെച്ച് 2 പേർക്കും കൊടുത്തു കേട്ടോ. പനിക്കൊക്കെയാണ് എന്നെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം ഞാൻ ചമ്മന്തിയും ദോശയൊന്നും കഴിക്കാതെ ചോറുണ്ടാണ്, കാരണം ആശുപത്രി പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 ദോശയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ആവിയായി പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറുണ്ടാണെങ്കിൽ നമുക്കൊരു ഊര് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറുണ്ടാണ്. അങ്ങനെ വയറ് നിറച്ച് ചോറും ഉണ്ട്, പിന്നെ ഉപ്പിട്ട് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ കുടിച്ചു കിട്ടും. അപ്പം നല്ലൊരു എനർജി കിട്ടി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പെരക്കാകൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. രാവിലെ ധൃതിപ്പെട്ട് പണി ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഉള്ളിത്തുലിയും എന്തെങ്കിലുമൊക്കെ അവിടെ വീഴുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരി എല്ലാം കൊടുത്തു. പിന്നെ നമ്മുടെ മേശയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. പിള്ളേർ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഇതിലേക്ക് ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ എല്ലാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം അടിച്ചൊക്കെ തൂത്തിട്ടാൽ മതി ഇന്ന്, കാരണം ഇന്നലെ നമ്മൾ മൊത്തം കഴുകി എൻ്റെ നടു ഒട്ടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് അധികം ക്ലീനിങ് പരിപാടിയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇവർ മുറ്റത്തോടെ ഇറങ്ങിയപ്പോൾ കുറച്ച് പള്ളയൊക്കെ പറിച്ചുകൊണ്ട് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് എല്ലാം അടുക്കി പറക്കി ഒന്ന് വെച്ചു. അതിന് ശേഷം നമ്മുടെ ബെഡ്റൂമും ഒന്ന് അടിച്ച് വാരി പൊടിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ഇട്ടു. പിന്നെ ചവിട്ടി ഞാൻ 2 ദിവസമായിട്ട് കഴുകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം കഴുകാൻ. കുറച്ച് താമസിച്ച് കഴുകിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല വെയിലായതുകൊണ്ട് ചട്ട പൂക്കൊന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബെഡ്റൂമെല്ലാം അടിച്ച് വാരി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ TV ഇരിക്കുന്ന ഹാളും തിണ്ണയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, ഫാൻറ്റസി പാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിള്ളേർ കുറച്ച് നേരം അവിടെ പോയിരുന്ന് കളിച്ച് ഇരിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഇരുന്ന് 10:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് എനിക്കും ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്യാനുള്ളതൊക്കെ അയൺ ചെയ്തൊക്കെ വെച്ച്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് മുടിയൊക്കെ അയച്ചൊന്ന് ഉണക്കി പിറക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓട്ടോ ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ചേട്ടനെ തന്നെയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വേഗം പിള്ളേരെ ഒരുക്കി ഞാനും ഒരുങ്ങി കഥകൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോറിക്ഷ കയറി നേരെ ഹെൽത്ത് ആശുപത്രിയിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ജ്യോതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടി നീ പാലായിക്ക് വരുന്നുണ്ടോ, വരാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു വരവ് നടക്കില്ല, കാരണം അവളുടെ കൂട്ടുകാരിയുടെ കല്യാണമാണ് നാളത്തെ കഴിഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു കൂട്ടുകാരെല്ലാവരും കൂടെ പോവുകയാണ്, ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് നടപടിയില്ല. അപ്പം നാളെയോ നാളത്തെഞ്ഞോ ഒക്കെ ആണെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മളിനി നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു വരുന്നു. നമുക്ക് പാലായിക്ക് പോകേണ്ട പ്ലാനൊക്കെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മളൊരു
ഒരു 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഹെൽത്തിലെത്തിയപ്പോൾ അത് ഒരു ജാതക്കുള്ള ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ട വന്നു. പിന്നെ ഞാൻ ഓർത്തു അത്യാവശ്യം ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ കൂടെ കയറി പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ എല്ലാം പ്രായമായവരൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും. അപ്പം എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം പ്രായമായവരായിരുന്നു. പിന്നെ അവരോട് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനും ഇങ്ങനെ നിന്ന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്നല്ല കേട്ടോ 1.5 മണിക്കൂറേലും ഇരുന്ന് കാണും. അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഡോക്ടറെ കാണാൻ പറ്റിയത്. അങ്ങനെ നിന്നും അടുത്ത് ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി അലമുണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 മരുന്ന് ഹെൽത്തിൽ നിന്ന് തന്നു. പിന്നെ ചുമയ്ക്കുള്ള മരുന്നൊക്കെ പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ വൈകിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ടൊക്കെ വന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടം വിളിച്ചുകൊണ്ട് പോയ ഓട്ടോച്ചേട്ടൻ തിരക്ക് കണ്ടപ്പം ഈ സമയത്ത് എനിക്ക് വേറെ ഓട്ടം ഉണ്ട്, ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ പോയിട്ട് വരാൻ കുറച്ചൊന്ന് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ ചേട്ടൻ വന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്ക് പഞ്ചായത്ത് വഴി കയറി അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ക്കാൻ കൊടുത്ത ടോപ്പില്ലേ, അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ അബിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടണം. പിന്നെ നേരെ അങ്ങോട്ടാണ് കേട്ടോ. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പോൾ ആ ചേച്ചി ചോറുണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയും കുറച്ച് സമയം വെയിറ്റ് ചെയ്തായിട്ട് വന്നു. പിന്നെ മുടിയൊക്കെ വെട്ടി നമ്മൾ തയ്ക്കാൻ കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് നേരം ആ ചേച്ചിയുടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് മുടിയൊക്കെ വെട്ടുന്ന സമയത്ത് പിന്നെ കുഞ്ഞാപ്പിനെ കൊണ്ട് അന്നേരത്തേക്കിന് അലമ്പൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം രാവിലെ ഉറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയവും കഴിഞ്ഞു, ഉച്ച സമയവും കഴിഞ്ഞു. ഇപ്പം ഏകദേശം 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ന്യായ സമയമായി. അപ്പം പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആളലമ്പായിരുന്നു. പിന്നെ തോളത്തിന് കിടത്തി തട്ടി ഉറക്കി. പിന്നെ ഒരു തരത്തിൽ വരുന്ന വഴിക്ക് നമ്മൾ കടയിൽ നിന്ന് പച്ചമീനൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. വന്നപടിയെ കുഞ്ഞാപ്പിനെ തൊട്ടി കിടത്തി ഉറക്കി. ഇനി വേഗം മീൻ വെട്ടി കറിയൊക്കെ വെക്കണം. പിന്നെ നമ്മുടെ കൺമഷി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺമഷിയുടെ വീഡിയോ നാളെ മോർണിംഗ് ഉറപ്പായിട്ട് ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ നോക്കണം. അപ്പോൾ വന്നപടി ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ആദ്യം അബിക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് ഞാനിതാ മീനൊക്കെ വെട്ടുകയാണ്. വേഗം വെട്ടി കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പകുതി എടുത്ത് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല മീനായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് മീനായിരുന്നു. അതുകൊണ്ട് വെട്ടാനും എളുപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് മീനൊക്കെ വെട്ടി കഴുകി റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ചോറുണ്ണാനായിട്ട് പോവുകയാണ് കേട്ടോ. മീൻകറിയായിട്ട് ചോറിനാന്ന് ഓർത്ത് ഞാനിങ്ങനെ വിശപ്പ് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ മീൻകറി വിശദമായിട്ട് പറയാത്ത നമ്മൾ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.